നമസ്കാരം, ഗുഡ് മോർണിംഗ്. കുറച്ച് താമസിച്ചു. നമ്മൾ 10:30 എന്ന് പറഞ്ഞ സമയം പറഞ്ഞത് കുറച്ച് താമസിച്ചു. കാരണം ഏതൊരു പടമൊക്കെ പുതിയതായിട്ട് അനൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് കാലമായിട്ട് നടുവേദന കാലുവേദനയൊക്കെ ഇങ്ങനെ വരാറായിട്ടുണ്ട്. അപ്പോൾ ശത്രു സംഹാര പൂജ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണം തുടങ്ങുന്നുള്ളത് ഒരാളുടെ ഉപദേശം പ്രകാരം അങ്ങനെയൊക്കെ തുടങ്ങി. അതുകൊണ്ടിട്ടാണ് കുറച്ച് ലേറ്റായി പോയത്. സാധാരണഗതിയിൽ നമ്മളൊക്കെ സെറ്റിൽ ആർട്ടിസ്റ്റ് വരാനായിട്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാറുള്ളത്. ബീച്ചേട്ടൻ വരാനായിട്ട് ക്രൂ വെയിറ്റ് ചെയ്യും. പക്ഷേ ഇന്ന് ഞങ്ങളത് നേരെ തിരിച്ചായിരുന്നു. ബീച്ചേട്ടൻ വന്നിട്ട് ബാക്കി കുറേ പേര് വരാനായിട്ട് വെയിറ്റ് ചെയ്തിരുന്നു. അപ്പം ബീച്ചേട്ടൻ്റെ മനസ്സിലുണ്ട് നീ ഷൂട്ട് തുടങ്ങട്ടാ എന്നുള്ളതൊക്കെ ഉണ്ട്. പുള്ളി എല്ലാത്തിനും അതിനും മറുപടി തരുന്ന ആളാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും നമ്മൾ കുറേ നാളായിട്ട് സാധാരണഗതിയിൽ സിനിമ തുടങ്ങുന്ന സമയത്താണ് പൂജ അവിടെ വെച്ചിട്ട് ചെറുതായിട്ട് തുടങ്ങിയിട്ട് അന്നേരം തന്നെ ഷൂട്ട് ആരംഭിക്കുകയാണ്. അപ്പം അങ്ങനെയായിരുന്നു സംഭവിച്ചുകൊണ്ടിട്ടിരുന്നത്. ഈ സിനിമയുടെ ഷൂട്ട് നാളെയാണ് തുടങ്ങുന്നത്. പക്ഷേ ഇന്ന് അതിൻ്റെ ഒരു പൂജാ ചടങ്ങ് നമ്മൾ വെച്ചു. കാരണം പുതിയൊരു ഡയറക്ടർ മലയാള സിനിമയിലേക്ക് വരികയാണ്. അപ്പോൾ ആളുടെ ഒരു സന്തോഷം. ഞാനൊക്കെ ഫസ്റ്റ് സിനിമ ചെയ്യുന്ന സമയത്ത് ഒഴിവരുന്ന 2 ബസ് ആളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ പൂജ കൂടാനായിട്ട്. അപ്പോൾ അത്രയ്ക്ക് നമുക്ക് ഫസ്റ്റ് സിനിമ ചെയ്തപ്പോൾ അത്രയും സന്തോഷം ഉണ്ടായിരുന്നു. സോ അപ്പോൾ ഒരു ഡയറക്ടറെ പുതിയ തുടക്കമാണ്. അപ്പോൾ ആ സന്തോഷത്തിനൊപ്പം നമ്മൾ നിൽക്കുക. പിന്നെ ഈ സിനിമയിൽ പ്രൊഡക്ഷൻ നമ്പർ 32, 36, 37 ഡിസോർഡറായിട്ട് ഇങ്ങനെ കാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് റെഡിയാകാനായിട്ട് ബിജു ചേട്ടൻ തന്ന സമയമാണ് പല സിനിമകളും അതിൻ്റെ ഓർഡർ തെറ്റിച്ചത്. പക്ഷേ കുറേ നാൾ കിട്ടിയെങ്കിൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റുകൾ ഒന്നും കൂടെ മെച്ചപ്പെട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ കുറേ വൈകി ഈ ഡയറക്ടർ വന്ന് രാവിലെ 6, 6:30 ആകുമ്പോൾ വീട്ടിലേക്ക് വരും. ഇങ്ങനെ എന്താ എൻ്റെ സിനിമയുടെ കാര്യം. അപ്പം എനിക്ക് ഒരു ഘട്ടത്തിൽ മനസ്സിലായി ഇത് മിക്കവാറും എന്നെ തന്നെ തട്ടിക്കളയാനായിട്ടൊരു ചാൻസ് ഉണ്ടോ എന്നൊരു സംശയം ഇത് താമസം എടുത്തപ്പോഴത്തേന്. അപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടർ തന്നെ എൻ്റെ അടുത്ത സിനിമയിൽ ദിലീപേട്ടൻ്റെ പടത്തിൻ്റെ മ്യൂസിക് ഡയറക്ടറായി മാറി. ആ മ്യൂസിക് ഡയറക്ടറെ കൊണ്ടുവന്നത് ഈ ഡയറക്ടറാണ്. പക്ഷേ ഈ ഡയറക്ടറുടെ സിനിമ നടക്കുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെ. അപ്പം ബിജേട്ടനോട് ഞാനിത് ഷെയർ ചെയ്തപ്പം ബിജേട്ട ഞാൻ പറഞ്ഞു, ബിജേട്ട സുഗമമായിട്ടുള്ളൊരു ജീവിതത്തിന് ഈ സിനിമ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ബിജു ചേട്ടനും അത് ബോധ്യപ്പെട്ടുകൊണ്ടിട്ടാണ് നാളെ മുതൽ ഈ സിനിമ ആരംഭിക്കാനായിട്ട് പോകുന്നത്. താങ്ക് യു ബിജേട്ട. ബിജേട്ടനും ജീവന് പേടിയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് വളരെയധികം സന്തോഷം. ഒരുപാട് നല്ല ക്രൂസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഇപ്പോൾ ഡയറക്ടർ, മ്യൂസിക് ഡയറക്ടർക്ക് പുതിയതാണെങ്കിലും വളരെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകളാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണ് ഈ സിനിമയുടെ പുറകിൽ പ്രവർത്തിക്കുന്നത് ടെക്നീഷ്യന്മാരായിട്ട്. അതുപോലെ തന്നെ ഈ സിനിമയുടെ എനിക്ക് തോന്നുന്നത് ഓരോ ആർട്ടിസ്റ്റും ഒരു ചെറിയ റോൾ ചെയ്യുന്നത് പോലും നല്ല കഴിവുറ്റ മികവുറ്റ ആർട്ടിസ്റ്റാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. വിനീത് ഫോർട്ട് ആയിക്കോട്ടെ, ഗണപതി ആയിക്കോട്ടെ, പിന്നെയുണ്ട് ബിൻസി ചെയ്യുന്ന ക്യാരക്ടർ. കുറേ എല്ലാവരുടെയും പേര് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടു. അപ്പോൾ അതുകൊണ്ടിട്ട് അതൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് സ്ട്രോങ് സപ്പോർട്ടായിട്ടിട്ട് ഒരുപടി ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വിലമതിച്ച അഭിനയമാണ് ഈ സിനിമയെ വമ്പിച്ച് വിജയമാക്കി മാറ്റുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എനിവേ, ഈ ചടങ്ങിലേക്ക് ഇന്ന് രാവിലെ 10 മണിയാകുമ്പോൾ വരാനായിട്ട് തന്നെ മനസ്സ് കാണിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും മാജിക് ഫ്രെയിംസിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു. നമസ്കാരം. കുറച്ച് നാളുകൾക്ക് ശേഷം എല്ലാവരെയും ഒരുമിച്ച് കണ്ടതിൽ ഒരുപാട് സന്തോഷം. ഞങ്ങളെല്ലാം ആഗ്രഹിച്ച പോലെ നാളെ ഞങ്ങളുടെ സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങുകയാണ്. അതിലുപരിയുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ തമ്പി എന്ന പുതിയ ഡയറക്ടർ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ട് ഒരുപാട് തയ്യാറെടുപ്പോടെ നാളെ സിനിമ തുടങ്ങുകയാണ്. എല്ലാം നന്നായി ചിത്രീകരിക്കാനും നന്നായി ഭവിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങളെല്ലാം സ്നേഹവും സന്തോഷവും പ്രോത്സാഹനം ഞങ്ങളോടൊപ്പമുണ്ടാവും. നന്ദി. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ സംസാരത്തിൻ്റെ ഫാമിലിയാണ്. ലിസ്റ്റിൽ ഒരു ബ്രദറാണ് ബിജുചേട്ടൻ. ഞാൻ ഈ സിനിമയിലില്ല, പക്ഷേ മലയാളം കുറേ നാളാണ് ചെയ്തിട്ടുള്ള. തമിഴും തെലുങ്കൊക്കെ ബാക്ക് ടു ബാക്ക് ചെയ്ത് മടുത്ത് ഇനി കുറച്ച് നാൾ മലയാള സിനിമയിൽ ബാക്ക് ടു ബാക്ക് പരിപാടികൾ പഠിക്കേണ്ട പരിപാടി. സോ ഈ ടീമിലെ എല്ലാവർക്കും, ഗണപതി, വിനയ് ഫോർട്ട്, എല്ലാ പുതിയ ഡയറക്ടർ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി. ലിസ്റ്റിന് മുതലാളി എന്ന് വിളിക്കുന്നത് കാര്യം, ഞാൻ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ സിനിമകൾ ചെയ്തിട്ടുള്ള ലിസ്റ്റിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ലിസ്റ്റിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന 6ാമത്തെ സിനിമയായിരിക്കും ഈ സിനിമ.
താങ്ക് യു ലിസ്റ്റൻ. അതുപോലെ തന്നെ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. പലപ്പോഴും എല്ലാ സിനിമകൾക്കും നമുക്ക് ഇങ്ങനത്തെ ഒരു എനർജി കിട്ടണമെന്നില്ല. കാര്യം അമല് വന്ന് ഈ കഥ പറഞ്ഞത് മുതൽ ഇപ്പോൾ ഞാൻ ഒരുപാട് ഭയങ്കര മേജർ റോളൊന്നും ആണോയെന്ന് എനിക്കറിഞ്ഞു, പക്ഷെ ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ് അമൽ എനിക്ക് തന്നിരിക്കുന്നത്. ഇപ്പോൾ ഭയങ്കര ഹോപ്പ്ഫുള്ളാണ്. അതിനോട് ജസ്റ്റിസ് കാണിക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഈ സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ആശംസകൾ. താങ്ക് യു. ആ ടൈറ്റിൽ അനൗൺസ് ചെയ്യുന്നതിന്റെ തൊട്ട് മുമ്പ് ബീച്ചറിനെയും കൂടെ ഒന്ന് ക്ഷണിക്കുന്നു. ഇതാണ് ഞങ്ങളുടെ ടൈറ്റിൽ ക്യാരക്ടർ, പേര് അവറാച്ചൻ. ഇനി ഞാൻ ഗണപതിനെയും കൂടെ ഒന്ന് ക്ഷണിക്കുവാണ്. ഇത് ജയ്മോൻ, അവറാച്ചന്റെ മകനാണ്. ഒരു മകനൂടെ ഉണ്ട്, ശ്രീനാഥ് ബാസി. പുള്ളി എന്തോ ഒരു ബിസി ആയിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ടുള്ള തിരക്കിൽ പുള്ളി വന്നില്ല. ഇനി ടൈറ്റിൽ അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പം അവറാച്ചൻ ടൈറ്റിൽ ക്യാരക്ടറാണ്. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. നീണ്ട കാത്തിരിപ്പോടുകൂടിയാണ് സിനിമ ചെയ്യാൻ വന്നിരിക്കുന്നത്. നാളെ തുടങ്ങണതിൽ വളരെ സന്തോഷം. ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുന്ന തമ്പി തന്നെ വിളിക്കാം അല്ലേ? അങ്ങനെ ഒരു സംവിധായകൻ നമുക്കുണ്ടായതിൽ വളരെ സന്തോഷം. ഒരുപാട് നാളായി ഈ കഥയും കേട്ടുകൊണ്ട് കാത്തിരിക്കണത്. ബിജുവിൻ്റെ കൂടെ 2 സിനിമ ചെയ്തിട്ടുണ്ട്. ഒരു സിനിമയും കൂടി ചെയ്യാനൊരു അവസരം കിട്ടിയതിൽ വളരെ സന്തോഷം. പിന്നെ എല്ലാവരും എനിക്കറിയപ്പെട്ട ആളുകളാണ് എല്ലാവരും. അതുകൊണ്ട് എല്ലാവരുടെയും സ്നേഹവും സന്തോഷവും പ്രാർത്ഥനയും ഇതിനുണ്ടാവണമെന്ന് പറയുകയാണ്. മാജിക് ഫ്രെയിംസിൻ്റെ 35ാമത്തെ പ്രൊഡക്ഷൻ്റെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ ബീച്ചറിൻ്റെ കൂടെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത്. സന്തോഷം. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് ആയിട്ടുള്ള ഒരാളായ ജോസഫ് വിജീഷ് ഒരുപാട് കാലമായിട്ട് എനിക്ക് അറിയുന്ന ഒരാളാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കഥ ഒരു സിനിമയാവണമെന്നുള്ളത് വളരെ കാലത്ത് ആഗ്രഹമായിരുന്നു. പിന്നെ തമ്പി ഒരു കൊല്ലത്തിൽ അടുത്തായി നമ്മൾ ഈ സിനിമ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പം നാളെ ഈ സിനിമ തുടങ്ങുന്നതിൽ വളരെ സന്തോഷം. ഇവിടെ വന്നു ചേർന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം. ഇവിടെ ഒരു ഫോർമൽ വിഷസിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം മാജിക് ഫ്രെയിംസ് എനിക്ക് ഫാമിലി പോലെയാണ്. പിന്നെ തമ്പി നാളെ എത്ര സിനിമ ചെയ്താലും ആദ്യത്തെ സിനിമയുടെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇനി എത്ര 100 പടം ചെയ്താലും കിട്ടൂല. സോ എൻജോയ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാഡം. ഇതിൽ നിന്നൊരു മോചനമില്ല. എനിക്ക് അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. കുറച്ച് പേരോട് വർക്ക് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ ലിസ്റ്റൻ ചേട്ടൻ്റെ കഴിഞ്ഞ പടത്തിൽ ഞാനും ഉണ്ടായിരുന്നു. ആമിറിൻ്റെ പടം ലീഡി. പിന്നെ വേറൊരു പടത്തിൽ എന്നെ വിളിച്ചപ്പോൾ ആ സമയത്ത് എനിക്ക് വേറൊരു കമ്മിറ്റ്മെൻ്റ് ഉള്ളത് കാരണം പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇടയ്ക്ക് കാണുമ്പോൾ പറയാറുണ്ട് എനിക്ക് ഡേറ്റ് ചെയ്യുന്നില്ല എന്നൊക്കെ. എന്തായാലും എല്ലാവർക്കും ഇതിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ വിശ്വാസം നേരുന്നു. ബീച്ചേട്ടനെ ഞാൻ പണ്ട് പ്രൊമോഷൻ സമയത്ത് ബീച്ചേട്ടനെ കണ്ടിട്ടുണ്ട്. പ്രൊമോഷൻ ടീമിൻ്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ ആദ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. അപ്പോൾ എന്തായാലും ഡയറക്ടർ തമ്പി ബ്രോയ്ക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഫുൾ ടീമിൻ്റെ ആശംസകൾ. താങ്ക് യു സോ മച്ച്. എല്ലാവർക്കും നമസ്കാരം. ഇവിടെ മാജിക് ഫ്രെയിംസിൻ്റെ ബാനറിലുള്ള ഈ പടത്തിൽ ഭാഗമാവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇത്രയും നല്ലൊരു പ്രൊഡക്ഷൻ, ഇത്രയും നല്ലൊരു ടീം, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥന വേണം. ഞാൻ ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ ലിസ്റ്റൻ ചേട്ടനെ ആയാലും ബീച്ചേട്ടനെ ആണെങ്കിലും വിനീത് ചേട്ടനൊക്കെ ഇൻ്റർവ്യൂ എടുക്കാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ ഒപ്പം ഒരു സിനിമ ചെയ്യാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റിലും സന്തോഷത്തിലാണ് ഞാൻ. തീർച്ചയായിട്ടും എനിക്കിത് വലിയൊരു ഭയങ്കര ഇവരെല്ലാവരെക്കാളും ഭയങ്കര സന്തോഷം എനിക്കാണ് കൂടുതൽ ഉണ്ടാവുക. ആൻഡ് ഓൾ ദി ബെസ്റ്റ് ലിസ്റ്റൻ ചേട്ടാ. ആൻഡ് അമൽ ചേട്ടൻ്റെ ആദ്യത്തെ സിനിമയാണ്. ആൻഡ് ഓൾ ദി ബെസ്റ്റ് അമൽ ചേട്ടാ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക ഞങ്ങൾക്ക്.